കേരളത്തിലെ കൺസ്യൂമർ കോടതികളിലെ വിധിയും നടപടികളും ഇനി മുതൽ മലയാളത്തിൽ നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. പാലക്കാട് കൺസ്യൂമർ കോടതിക്കെതിരെ വിവരാവകാശ പ്രവർത്തകൻ ബോബൻ മാട്ടുമന്ത നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. സാധാരണഗതിയിൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ കൺസ്യൂമർ കോടതിയെ നമ്മൾ സമീപിക്കുമ്പോൾ അവിടുത്തെ നടപടിക്രമങ്ങളും വിധിന്യായങ്ങളെല്ലാം ലഭിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ്. പക്ഷേ ഇനി മുതൽ കേരളത്തിലുള്ള എല്ലാ കൺസ്യൂമർ കോർട്ടുകളിലും വിധിന്യായങ്ങളും നടപടിക്രമങ്ങളും എല്ലാം മലയാള ഭാഷയിലും ലഭ്യമാകും. ഇത് വലിയൊരു നിയമ പോരാട്ടത്തിലൂടെ പാലക്കാട്ടെ ഒരു പൊതുപ്രവർത്തകൻ നേടിയെടുത്തതാണ്. പാലക്കാട് സ്വദേശി ബോബൻ മാട്ടുമന്ത എന്തായിരുന്നു ശരിക്കും ഈ ഒരു നിയമ പോരാട്ടത്തിന് തുടക്കം വെച്ചത്? ഇത് നമ്മുടെ വീടുകളിലെ KSEB സ്ഥാപിച്ച എനർജി മീറ്ററുകൾ 5 വർഷത്തിലൊരിക്കൽ കാലിബ്രേഷൻ ചെയ്യണമെന്നാണ് നിയമം. ആ നിയമം KSEB പാലിക്കാറില്ല. അതിലൂടെ ഉപഭോക്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് KSEB പ്രതിവർഷം തട്ടിയെടുക്കുന്നത്. ഈ ചൂഷണത്തിനെതിരെയാണ് ഞാൻ കൺസ്യൂമർ കോടതിയെ സമീപിച്ചത്. ആ കൺസ്യൂമർ കോടതി എൻ്റെ പരാതി പരിഗണിച്ച് KSEBയോട് മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. KSEB നൽകിയ മറുപടി ഇംഗ്ലീഷിലാണ്. ഭരണഭാഷ മലയാളമായ സംസ്ഥാനത്തെ ഒരു സർക്കാർ സ്ഥാപനമാണ് KSEB. ആ KSEB ഇംഗ്ലീഷിലാണ് മറുപടി നൽകിയത്. ആ മറുപടി മലയാളത്തിൽ നൽകാൻ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടാണ് കൺസ്യൂമർ കോടതിയിൽ ഞാൻ രണ്ടാമതൊരു പെറ്റിഷൻ ഫയൽ ചെയ്തത്. എന്നാൽ കൺസ്യൂമർ കോടതിക്ക് ഈ വിഷയത്തിൽ സമയനഷ്ടമോ ചെലവോ ഒന്നുമില്ലാതെ തന്നെ KSEBയോട് മലയാളത്തിൽ നൽകാൻ ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. എന്നാൽ കൺസ്യൂമർ കോടതി എനിക്ക് നൽകിയ മറുപടി നിലവിൽ ഇന്നും കോടതികൾ പിന്തുടരുന്നത് ഇംഗ്ലീഷ് ഭാഷയാണെന്ന് പറഞ്ഞാണ് എൻ്റെ പരാതി തള്ളിയത്. അതിൽ അദ്ദേഹം മറ്റൊരു കാരണം കൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു അഭിഭാഷകനുണ്ട് എന്നാണ് മറ്റൊരു വാദം. ഒരു അഭിഭാഷകൻ എന്നത് ഒരു ഏജൻറ്റ് മാത്രമാണ്. എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹം ഹർജിക്കാരനോടൊപ്പം നിന്നുകൊള്ളണമെന്നില്ല. നമുക്ക് പല വിഷയങ്ങളിലും അത് നമുക്കെല്ലാവർക്കും കേരളീയ പൊതുസമൂഹത്തിന് അനുഭവമുള്ള കാര്യമാണ്. കോടതിയിൽ എന്തു നടക്കുന്നുവെന്നും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെന്നും ഒരു പൗരന് അറിയാനുള്ള റൈറ്റുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകരുണ്ടെങ്കിലും ഹൈക്കോടതി നടപടിക്രമങ്ങളും ഇന്ന് വിധിന്യായവും എല്ലാം നമുക്ക് മലയാളത്തിൽ കൂടെ ലഭ്യമാണ്. ജില്ലാ കോടതികളും ഒരു മാസം 5 വിധികൾ വെച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിലാണ് കൺസ്യൂമർ കോടതിയെ സമീപിച്ചത്. കൺസ്യൂമർ കോടതി എൻ്റെ ഹർജി പരിഗണിക്കാതെ അത് തള്ളുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ ഞാൻ നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിക്കും ഹൈക്കോടതിക്കും പരാതി നൽകി. ഈ വിഷയത്തിൽ ഹൈക്കോടതിയും നിയമസഭാ ഭാഷാ സമിതിയും ഇടപെട്ടുകൊണ്ട് ഈ മലയാളത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ കൺസ്യൂമർ കോടതികളിലും ഇന്ന് മലയാളത്തിൽ വിവരങ്ങൾ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലേ? അത് ഈ വിഷയം ഞാൻ ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ നിയമസഭാ ഔദ്യോഗിക ഭാഷാ സമിതിക്കും നൽകിയ പരാതികൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും വാട്സപ്പിലും ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷെയർ ചെയ്തതിനെ തുടർന്നാണ് ഇത് കോടതിയെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന ഒരു കണ്ടെത്തൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് എൻ്റെ ഹർജി കേൾക്കുന്നതിൽ നിന്നും ഫോറം സ്വയം പിന്മാറുകയും അതോടൊപ്പം തന്നെ എനിക്ക് മറ്റു ജില്ലകളിലെ കോടതിയെ സമീപിക്കാമെന്ന് വ്യക്തമാക്കി ഉത്തരവ് നൽകുകയും ചെയ്തത്. ഇത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയിൽ എൻ്റെ സമീപത്തെ കോടതിയെ സമീപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമാണ്. ആ അവകാശം കവർന്നെടുക്കാൻ ഫോറത്തിന് അധികാരമില്ല. ഫോറത്തെ ഏതെങ്കിലും തരത്തിൽ ഞാൻ അപകീർത്തിപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോറം കൈക്കൊള്ളേണ്ടത് എനിക്കെതിരായ ക്രിമിനലായോ സിവിലായോ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഏതായാലും വലിയൊരു നിയമ പോരാട്ടമായിരുന്നു. അതിപ്പോൾ ഫലം കണ്ടതിൽ ഏറെ സന്തോഷവാനാണ്. അതെ, തീർച്ചയായും. ഇത് ഒന്നാമത് കൺസ്യൂമർ കോടതി എന്നത് ഏറ്റവും കോടതികളുടെ വലിയ സങ്കീർണതകളൊന്നും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും സമീപിക്കാവുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കൺസ്യൂമർ കോടതികൾ. ആ കൺസ്യൂമർ കോടതികളിൽ ഒരു ഇരുമ്പ് മറയായി നിൽക്കുന്നത് പലപ്പോഴും ഭാഷയാണ്. ഈ ഭാഷയുടെ വേലിക്കെട്ടുകൾ ഇല്ലാതാകുന്നതോടുകൂടി നമ്മുടെ കൺസ്യൂമർ കോടതികൾ കൂടുതൽ സുതാര്യമാകും. ഉപഭോക്താക്കൾക്ക് ഏത് സമയത്തും ഇത്തരത്തിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതെ തന്നെ അവരുടെ മാതൃഭാഷയിൽ കോടതിയെ സമീപിക്കാനും കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.